ഈ ബസ്സില്ലേ KSRTC ഡബിൾ ഡെക്കർ, ഇതിപ്പോൾ എറണാകുളത്ത് പുതിയതായിട്ട് സർവീസ് തുടങ്ങിയുള്ളതാണ്. സിറ്റി ഡ്രൈവ് എന്ന് പേരിലിട്ടാ. അപ്പോൾ ഡബിൾ ഡെക്കറാണ്, ഓപ്പൺ റൂഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സിറ്റി കറങ്ങുമ്പോൾ രസമായിരിക്കും കാണാൻ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. മേൽഭാഗത്ത് 300 രൂപയും താഴെ 150 രൂപയാണ് ടിക്കറ്റിന്. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് മേൽഭാഗത്തെ ടിക്കറ്റ് കൂടുതലുള്ളത്, താഴെ സീറ്റ് കുറവാണ്. മഴച്ചാറിലൊക്കെ ഉള്ള ഒരു ദിവസമാണ്. അപ്പോൾ ചിലവരൊക്കെ റെയിൻ കോട്ട് ഇട്ടിട്ടുണ്ട്, ചിലവരുടെ കയ്യിൽ കുടയൊക്കെ ഉണ്ട്. സൗത്ത് KSRTC സ്റ്റാൻഡിൽ നിന്നാണ് നമ്മൾ ട്രിപ്പ് തുടങ്ങുന്നത്. പിന്നെ ഈ വീഡിയോയിൽ അധിക വോയിസും അധിക സമയത്തും ഇതിൻ്റെ ലൈവ് ആയിട്ടുള്ള സൗണ്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ യാത്ര തുടങ്ങുമ്പോഴത്തേക്കും ഒട്ടുമിക്ക ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുക്കണം എന്നുള്ളൊരു ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ക്യാമറയും ഒക്കെ ആയിട്ട് കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കൽ തുടങ്ങിയതാണ്. ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ എനിക്ക് ഡാൻസ് ചെയ്യാനോ അതോ അങ്ങനെ ഉള്ള പരിപാടിക്കൊന്നും പോകരുത്. പിന്നെ കൈയൊന്നും മേലോട്ട് പൊക്കാനൊന്നും പോകരുത്. ആ സമയത്ത് എന്ന് വെച്ചാൽ മരക്കൊമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരുപാട് നമുക്ക് പരിമിതികളുണ്ട്. ആ പരിമിതികൾ വെച്ചിട്ടാണ് നമ്മൾ സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം എല്ലാവരും ഓർത്തിരിക്കണം. ആദ്യം നമ്മൾ ഉദ്ദേശിച്ച റൂട്ട് ഇതൊന്നുമല്ല. ഫോർട്ട് കൊച്ചിൻ വഴി മട്ടാഞ്ചേരി വഴി കറങ്ങി പോകുന്ന റൂട്ടാണ് ആദ്യം ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ നമുക്കത് പറ്റിയില്ല. കാരണം ലൈൻസ് കാര്യങ്ങളൊക്കെ മാറ്റാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ അതിനുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റീസെൻറ്റ് ടൈമിൽ നമുക്കത് ചെയ്ത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണെങ്കിൽ വി കൻ ഓപ്പറേറ്റ് ത്രൂ ഫോർട്ട് കൊച്ചി ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ. അപ്പോൾ ഇന്നത്തെ കാര്യം ഒന്ന് പറയുകയാണ്. മൂവ് ചെയ്യുന്ന വണ്ടി മൂവ് ചെയ്യാനാണെങ്കിൽ ഒരു കാരണവശാലും എണീറ്റ് ഡാൻസ് പിടിക്കാനോ അങ്ങനെയൊന്നും ചെയ്യാനൊന്നും നിൽക്കരുത്. പിന്നെ കൈയും കാലൊന്നും മേലോട്ട് പൊക്കരുത്. കൂടെ ഒരുപാട് മേലോട്ട് പൊക്കി പിടിക്കരുത്. പിന്നെ കയ്യിലുള്ള നിങ്ങളുടെ റെയിൻ വ്യൂസ് ഒക്കെ എടുത്ത് കിട്ടും. മഴ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. പിന്നെ നമ്മൾ മഴയുടെ വൈബ് കൂടെ പിടിക്കാനാണല്ലോ ഇന്നത്തെ ദിവസം വന്നിരിക്കുന്നത്. അപ്പോൾ എന്നോട് ഒരാൾ ഇങ്ങനെ ചോദിക്കും, സാറേ മഴ ഉണ്ടാവുമല്ലോ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ അവർ മഴയൊക്കെ എന്തെങ്കിലുമാണോ ഇരിക്കുന്നത്, അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും അടിച്ചു കൊടുത്തൊന്ന് പോവാം. ഓക്കെ, നല്ലൊരു ജേർണി ഉണ്ടാവട്ടെ. ഈ യാത്രയിലുണ്ടായിരുന്ന എല്ലാവരും അടിപൊളിയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ആ കണ്ടക്ടർ ചേട്ടനും ഡ്രൈവർ ചേട്ടനും ഒക്കെ. ഡ്രൈവർ ചേട്ടൻ പക്ഷേ താഴത്തായാലും നമ്മളായിട്ട് കോണ്ടാക്ട് കുറവായിരുന്നു. പക്ഷേ ഈ ചേട്ടൻ എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു, അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു. ഈ ബസ്സിൻ്റെ റൂൾസ് അതല്ലാതെ പോണ വഴിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ചേട്ടൻ മാത്രമല്ല, യാത്രക്കാരിലും പലരും പല അനുഭവങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ കണ്ടക്ടർ ചേട്ടൻ ഒരു നല്ലൊരു പാട്ടുകാരനും കൂടിയിട്ടാണ്. മൂപ്പര് പാട്ട് പാടി തുടങ്ങിയത്. അടിപൊളിയായിരുന്നു. തേവര് കഴിഞ്ഞിട്ട് BOT പാലത്തിൻ്റെ സിഗ്നലുണ്ട്. ആ സിഗ്നലിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് കുണ്ടന്നൂർക്ക് പോകുന്ന വഴിയാണ്. ആ കുണ്ടന്നൂർക്ക് പോകുന്ന വഴിക്ക് ഒരു വോക്ക് വേ ഉണ്ട്. ആ വോക്ക് വേയുടെ അവിടെ കൊണ്ടുകഴിഞ്ഞാൽ ഒരു 20-25 മിനിറ്റ്സ് നമുക്ക് ഇറങ്ങാം. നിങ്ങൾക്ക് അവിടെ പോയി ചായയൊക്കെ കുടിച്ചതിന് ശേഷം തിരിച്ചു വന്ന് കയറാം. കയറിയതിന് ശേഷം അവിടെ നിന്ന് സെയിം റൂട്ടിൽ കൂടെ തന്നെ ആ സിഗ്നലിൻ്റെ അവിടെ കൂടെ തന്നെ തിരിച്ചു വരുന്നു. തേവര കയറി അതുപോലെ നേരെ ജോസ് ജംഗ്ഷൻ്റെ ഇവിടെ വരുന്നു. ജോസ് ജംഗ്ഷൻ അവിടെ ലെഫ്റ്റ് എടുക്കുന്നു. നേരെ ആ ഗാന്ധിയുടെ ഒരു സർക്കിളുണ്ട്. ആ സർക്കിളിൻ്റെ അവിടെ കൂടെ നേരെ ജെട്ടി, അതുപോലെ മറൈൻ ഡ്രൈവിൽ നിന്ന് ഹൈക്കോടതി വഴി നേരെ ഗോശ്രീ പാലം, 3 ഗോശ്രീ പാലവും കയറുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് വ്യൂസ് നമുക്ക് കിട്ടും. അതായത് ഈ പറയപ്പെടുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വ്യൂവും അതുപോലെ ഫോർട്ട് കൊച്ചി വ്യൂവും നമ്മുടെ താജ് ഹോട്ടൽ, പഴയ ഡച്ച് പാലസാണത്, അതൊക്കെ നമുക്ക് കാണാം. ആദ്യത്തെ ഡച്ച് പാലസിലൊന്നാണ് നമ്മുടെ കൊച്ചിയിലുള്ളത്. പിന്നെയുള്ളത് അവിടെ നിന്ന് നേരെ ഇറങ്ങി കഴിയുമ്പോൾ വല്ലാർപാറ പള്ളി ആ സൈഡിൽ അപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റും. വല്ലാർപാറ പള്ളി റൈറ്റ് സൈഡിലാണ്. അതിനുശേഷം കപ്പൽ നിർമ്മാണശാലയാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മുടെ INS വിക്രാന്തും ഒക്കെ ഉണ്ടാക്കിയത് ഇവിടെയാണ്. ഓക്കെ, 2 മിസൈൽസ് പറ്റിയിട്ടുണ്ട്, 2 ബോംബ് ഇട്ടിട്ടുണ്ട്. ആ ബോംബിൽ ഒരെണ്ണം പൊട്ടാണ്ട് സ്റ്റിൽ അണ്ടർ ഹിയർ. ഓക്കെ, അത് ഡീകമ്മീഷൻ അത് ഇതുവരെ ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ സർവീസ് ഉണ്ടായിരുന്നു. നമ്മുടെ എയർപോർട്ട് അതെ നാഷണൽ യൂറോപ്പിൽ ഷൂട്ട് ചെയ്ത് ഇവിടെ. വെണ്ടുരുത്തി പാലമാണ് അപ്പുറത്ത് കാണുന്നത്. ബ്രിട്ടീഷ് ലണ്ടൻ ബ്രിഡ്ജിന്റെ മോഡലാണ് ആ പാലം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പുറത്ത് കാണുന്നത് അത്. പിന്നെ യാത്രയിൽ എല്ലാവരും മൈക്ക് വാങ്ങിയിട്ട് അവർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ആദ്യത്തെ റെയിൽവേ ട്രാക്ക് കാണിച്ചിരുന്നു. തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ആദ്യത്തെ എയർപോർട്ട്.
പിന്നെ ഇത് ഫിലിം ഷൂട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ 2 ബോംബ് വീണിട്ടുണ്ടായിരുന്നു ഒരു സ്ഥലത്ത്. ആ കഥ പറഞ്ഞ് പാട്ടൊക്കെ വെച്ച കാരണേ പിന്നെ വീഡിയോ ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത്രയധികം വീഡിയോസ് കിട്ടിയ കാരണം ഞാൻ ഒരുമിച്ചൊരു വീഡിയോ ആക്കിയതാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്തി, ചായ കുടിക്കാനുള്ള സ്ഥലത്തെത്തിയപ്പോൾ ഇറങ്ങിയതാണ്. ഒട്ടുമിക്ക എല്ലാവരും ഇറങ്ങിയ സമയത്ത് ഞാൻ താഴത്തും കയറി കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത്, എന്തായാലും വീഡിയോ എടുക്കാൻ ഇറങ്ങി എന്നുള്ള രീതിയിൽ മൊത്തം വീഡിയോ എടുത്ത്, ബസ്സിൻ്റെ വീഡിയോ എടുത്ത്, ബസ്സിലുള്ള നമ്മളെ കണ്ടക്ടറുടെയും അതുപോലെ ഡ്രൈവർ ചേട്ടനായിട്ടും പിന്നെ കൂടെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നിർത്തിയൊരു സെൽഫിയൊക്കെ എടുത്ത് ഒരു ചായയൊക്കെ കുടിച്ച് നമ്മൾ തിരിച്ച് കയറിയതിന് ശേഷം പിന്നെ കണ്ടക്ടർ ചേട്ടൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം എല്ലാവരും തുടങ്ങി പാട്ട് പാടൽ. പിന്നെ രാത്രി വ്യൂ അടിപൊളിയായിരുന്നു. യാത്ര മൊത്തത്തിൽ ഇഷ്ടമായി, കളറായി. എന്തായാലും സന്തോഷം. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. ഓക്കെ. നമ്മളിനി പോകുന്നത് ഗോശ്രീ പാലം കയറാൻ പോവാണ്. ഗോശ്രീ അതായത് കൊച്ചി രാജാവിൻ്റെ സമയത്ത് പണി കഴിപ്പിച്ച പാലങ്ങളാണ്. ഇത് 3 എണ്ണമുണ്ട്. അതിനകത്ത് ആദ്യത്തെ പാലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തിരുക്കൊച്ചി സമയത്താണ്. ഇനി അതുകൂടെ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ആൾക്കാർ മുതലാക്കിയൊരു ഇവര് തന്നെ പാടണം ഈ പാട്ട്. പൂന്തിങ്കളാകുന്നു ഭാര്യ പൂമുഖമാ